നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ രമേശ് രാജമാണിക്കം. ശ്രീരാം വാസ്തു ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വാസ്തുവിനെക്കുറിച്ച് മറ്റ് ചില കാര്യങ്ങളും കൂടി സുഹൃത്തുക്കളെ അറിയിക്കാനൊരു പ്രേരണ എനിക്കുണ്ടായി. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചാനലുകൾ കണ്ട്, യൂട്യൂബ് ചാനൽ കണ്ട് ഒരുപാട് പേർക്ക് സംശയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അവർക്ക് ചാനൽ കണ്ടാൽ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവരുടെ വീടിൻ്റെ ദോഷങ്ങളും അവരിനിപ്പോൾ ചില വ്യക്തികൾ പുതിയതായിട്ട് പണിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് എന്ന് പറയുമ്പോൾ ആ പ്ലാനുകളൊക്കെ അവർ തയ്യാർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ പ്ലാനും നമ്മുടെ വീഡിയോ ചാനലിലെ കണ്ട ആ ദോഷങ്ങളും അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്കത് പണിത് കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ വരുമോ എന്നുള്ളൊരു വിഷമത്തിലാണ് സുഹൃത്തുക്കൾ. പലരും ഇതിൻ്റെ പേരിലാണ് കൂടുതൽ കോളുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഒരു വീട് പണിയണതിന് മുമ്പ് നമ്മൾ ഈ ദോഷങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെയേറെ ഉത്തമമാണ്, നല്ല കാര്യങ്ങളാണ്. അത് കണക്കാക്കി നമ്മൾ ആ പ്ലാനുകളിലെ മാറ്റങ്ങൾ വരുത്തി ആ വീട് പണിയുകയാണെങ്കിൽ ഒരുപാട് വ്യക്തികൾക്ക് അത് ഗുണങ്ങൾ ചെയ്യും. ദോഷങ്ങളില്ലാതെ ജീവിക്കാനും സാമ്പത്തികപരമായിട്ടും മറ്റ് ചില എല്ലാ നന്മകളും നമുക്കതിന് ലെവലാക്കി എടുക്കാൻ പറ്റും. അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. പണിത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ദോഷങ്ങൾ തീർക്കാന്ന് വെച്ചാൽ നമ്മൾ ആ ദോഷങ്ങൾ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ തീർത്തേ മതിയാവുക. അല്ലാതെ വേറെ ഈ വാസ്തു ദോഷങ്ങൾ തീരാനായിട്ട് നമ്മൾ ഓരോ പ്രതിമകളോ കണ്ണടയോ അതുപോലെ ചില മരങ്ങളോ ചെടികളോ ഇത് വെച്ചത് കൊണ്ട് വാസ്തുവിൻ്റെ ദോഷങ്ങൾ തീരാൻ ഒരു കാരണവശാലും സാധ്യതയല്ല. ദോഷങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. കാരണം വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ വാസ്തു പുരുഷൻ്റെ ഒരു ദോഷങ്ങളായിട്ടാണ്. ഈ വാസ്തു പുരുഷനിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ദോഷങ്ങളാണ് അത് ഉണ്ടായി വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടാകുമ്പോൾ നമ്മളൊരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അതേപോലെ ജീവനുള്ളൊരു ഇതാണ് വാസ്തു പുരുഷൻ. ഒരു വീടിനും അതേപോലെ നമ്മൾ മനുഷ്യനെ പോലെ ഒരു ജീവനുള്ളൊരു ഇതായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അത് കാരണം നമ്മളെ ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെട്ടുപെട്ടൊക്കെ വരികയാണെങ്കിൽ അതേ ദോഷങ്ങൾ നമുക്ക് ആ വാസ്തു പുരുഷനും അത് സംഭവിക്കുന്നതായിരിക്കും. അതാണ് നമുക്ക് മനുഷ്യർക്ക് ആ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യർക്കും കൂടി അത് ബാധകമായി തീരുന്നത്. അല്ലാതെ നമ്മൾ ഓരോ വഴിപാടുകൾ അതും ഇതും ചെയ്ത് കൊണ്ടൊന്നും ഇതിലെ വാസ്തുദോഷം തീരാൻ സാധ്യതയില്ല. അത് സത്യം പറയുകയാണെങ്കിൽ ഒരു വാസ്തു ക്ലിയറായിട്ട് നല്ലതിൽ പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഓരോരുത്തരും ആ ദോഷം തീരാനായിട്ട് ആ ചെടി വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ കണ്ണട വയ്ക്കുക അങ്ങനെയുള്ള ഓരോ പല യൂട്യൂബ് ചാനലിലും കാണുന്നുണ്ട്. പക്ഷെ ഞാൻ കാണാറില്ല. അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകളൊന്നും ഞാൻ കാണാറില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞ് ഞാൻ പഠിച്ചെന്നെ മറന്നു പോകും. ആ നിലയ്ക്കാണ് ഓരോരുത്തരുടെ വാസ്തുപരമായിട്ടുള്ള ഉപദേശങ്ങൾ വരുന്നത്. മറ്റ് ചില വ്യക്തികൾ, അതായത് സുഹൃത്തുക്കൾ ഓരോ ഭാഗത്ത് കണ്ട്, ഓരോ വീഡിയോയിൽ കണ്ട്, ചാനലിൽ കണ്ട് അവർ എന്നെ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ പറ്റുമോ. ഞാനൊരു ചാനൽ കണ്ട് അങ്ങനെയുള്ള ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. സുഹൃത്തുക്കൾ, ഇത് എല്ലാവർക്കുമായിട്ട് ഞാൻ അറിയിക്കുന്ന ഒരു കാര്യമാണ്. വാസ്തുദോഷം തീരാനായിട്ട് വാസ്തുവിലെ ദോഷങ്ങൾ തീർക്കാമെന്ന് മാത്രമല്ല. അതാ വസ്തു, നമ്മൾ താമസിക്കുന്ന ഗ്രഹം, വീട്ടിൽ, അതാണ് വാസ്തു. ഒരു വസ്തുവാണ് നമുക്കത് വാസ്തുവായിട്ട് മാറിയത്. അപ്പോൾ വാസ്തുദോഷം തീരണമെങ്കിൽ ആ വസ്തുവിലെ ദോഷങ്ങൾ നമ്മൾ തീർക്കുക. അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. സുഹൃത്തുക്കൾക്ക് പ്രത്യേകം പറയാനുള്ളതും അതാണ്. അല്ലാണ്ട് മണി പ്ലാന്റ് വെച്ചത് കൊണ്ട് പണം നമുക്ക് വരില്ല, പണം ഒഴുകി വരില്ല. മണി പ്ലാന്റ് കൂടിയ ഒരുപാട് കുറേ വ്യക്തികൾ മണി പ്ലാന്റ് വീടിൻ്റെ മുൻവശം ഒരുപാട് മണി പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അത്രയും മണി പ്ലാന്റ് വെച്ച വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവിടെ കുടുംബനാഥനും അതായത് ഫാമിലി പ്രോബ്ലങ്ങൾ കൂടുതലുണ്ടാവും. ഒരു വീട്ടിലെ ഭാര്യ ഭർത്താവ് മക്കളായിട്ടൊക്കെ താമസിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ ഒരു ചേർച്ച ഉണ്ടാവില്ല. ഭാര്യ ഭർത്താവായിട്ടുണ്ടാവില്ല, മകള് അച്ഛനും അമ്മയായിട്ടുണ്ടാവില്ല. അങ്ങനെ വേർവിട്ട നിലയിലായിരിക്കും അവിടുത്തെ ജീവിതങ്ങൾ. ആണിൻ്റേതായ ഒരു ഇത് കിട്ടണമെന്നില്ല, പെണ്ണിന് അതുപോലെ കിട്ടണമെന്നില്ല. ഞാനാ വലുത് എന്നുള്ളൊരു അഹംഭാവത്തോടുള്ള ഒരു ജീവിതമായിരിക്കും ആ വീടുകളിലെ. സുഹൃത്തുക്കൾ, നിങ്ങൾ പരമാവധി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക.
എന്നാൽ പുറമേക്ക് ആരും അത് അറിയില്ല. അവർ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് വളരെ കഷ്ടത്തിലാണ്. അവർ ഒത്തൊരുമയില്ലാത്തൊരു ജീവിതം, സന്തോഷമില്ലാത്തൊരു ജീവിതം എന്നാൽ ജീവിക്കുന്നുണ്ട് അവർ. അതെല്ലാവർക്കും അറിയാം. ജീവിതം അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. അതാണ് ഈ പറയണത്. മണി പ്ലാന്റ് വെച്ചത് കൊണ്ടോ മറ്റു ചെടി വെച്ചത് കൊണ്ടോ ചില പ്രതിമകൾ, ഇതിലൊന്നും വാസ്തുദോഷം തീരാനുള്ള സാധ്യതയില്ല സുഹൃത്തുക്കളെ. അത് വളരെയേറെ ശ്രദ്ധിക്കുക. പിന്നെ വീട് പണിയുമ്പോൾ തന്നെ വാസ്തുപരമായിട്ട് നോക്കി ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നീട് ഒരു ദോഷങ്ങൾ സംഭവിച്ച് അത് അനുഭവിക്കേണ്ട ഒരു യോഗം ഒരു കുടുംബത്തിന് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തെ അനുഭവിക്കുക തന്നെ വേണം. അത് കാരണം വീണ്ടും വീണ്ടും പറയാണ്, പരമാവധി വാസ്തുദോഷമില്ലാതെ ഒരു ഗ്രഹം പണിത് താമസിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പുതിയതായിട്ടൊക്കെ വീട് പണിയുമ്പോൾ ആ സ്ഥാനങ്ങൾ നോക്കുക, അതൊരു വലിയൊരു കാര്യമാണ്. മാത്രമല്ല തുടക്കത്തിൽ ആ മുഹൂർത്തം വെക്കലൊക്കെ ഉണ്ടല്ലോ, കുറ്റിയടി ഇതൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ നേരം സമയമൊക്കെ നോക്കി ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു വീടിൻ്റെ കുറ്റിയടി 4 ദിശയിൽ കുറ്റിയടിച്ച് കയറ കെട്ടിയൊക്കെ വരുമ്പോൾ അത് സമയം സന്ദർഭം നോക്കി ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഏറെ അനുഭവിക്കുന്നത്. ഒരുപാട് വീടുകൾ തറപണി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് അതിലെ പണിയാനോ അവർക്ക് താമസിക്കാനോ പറ്റാതെ ഒരുപാട് വീടുകൾ എൻ്റെ അറിവിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ദോഷങ്ങൾ, അതായത് വാസ്തുദോഷം ഉണ്ടെങ്കിൽ അതങ്ങ് മുന്നേറാൻ പറ്റില്ല, വീട് മുന്നേറാൻ പറ്റില്ല. ചില വീടുകൾ പകുതിയാക്കി നിൽക്കുന്നുണ്ടാവും, പണിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതൊക്കെ ദോഷങ്ങൾ. ആ ദോഷങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ വീടെല്ലാം പണിത് മുന്നേറി താമസിക്കാൻ പറ്റും, നല്ല നിലയ്ക്ക് താമസിക്കാൻ പറ്റും. സുഹൃത്തുക്കളെ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ ചില വീടുകളിലൊക്കെ അത് പറയണമെങ്കിൽ ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. വീട് പണിത് താമസിച്ച് ഫാമിലിക്കായിട്ട് ഒരു റൂം വേണം. കുട്ടികളുണ്ടെങ്കിൽ, മക്കൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ അവർക്കായിട്ടൊരു റൂം. പിന്നെ അവിടെ ഒരു ഭർത്താവിൻ്റെ അമ്മയോ അവിടെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയോ അമ്മായിയമ്മയായിട്ടൊരു ഇതൊക്കെ ഉണ്ടാകും. മിക്ക വീടുകളിലും അമ്മായിയമ്മയും മരുമകളായിട്ട് വളരെയേറെ നെഗറ്റീവായിട്ടുള്ള പെരുമാറങ്ങളായിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരായി ചേർച്ച വരുന്നില്ല. അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ചേർച്ച വരുന്നില്ല. അത് എന്തിൻ്റെ ദോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ വാസ്തുദോഷം തന്നെയാണ്. വാസ്തുദോഷം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഫാമിലി താമസിക്കേണ്ട റൂം, അതായത് കന്നിമൂലയിലായിരിക്കണം ഫാമിലി, ഭാര്യ ഭർത്താവ് ഫാമിലി കുടുംബനാഥൻ താമസിക്കേണ്ട റൂം. അതാണ് ഏറ്റവും നല്ലത്. അവിടെ അമ്മായിയമ്മേനെ താമസിക്കാൻ ആ റൂം അമ്മായിയമ്മയ്ക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് അമ്മായിയമ്മേനെ കൊണ്ട് ആ കന്നിമൂലയിലെ ബെഡ്റൂമിലെ അമ്മായിയമ്മയ്ക്ക് കൊടുത്തിട്ട് ഇവർ ഭാര്യയും ഭർത്താവും ഒന്നുകിൽ ഈശാന്യത്തിൽ ബെഡ്റൂമിലെ, അതായത് നോർത്ത് ഈസ്റ്റിലെ റൂമിലെ ആയിരിക്കും അവരുടെ കിടപ്പ്, അല്ലെങ്കിൽ വായുമൂലയിലായിരിക്കും. ഇതാണ് ഈ ദോഷങ്ങൾക്ക്, ഈ അമ്മായിയമ്മ മരുമകൾക്കുള്ള പിണക്കങ്ങളും ഇതിലേക്ക് വരുന്ന ഏറ്റവും വലിയ അനുഭവങ്ങൾ. അത് പറയണമെങ്കിൽ കന്നിമൂല ബെഡ്റൂമിലെ താമസിക്കുന്നവരായിരിക്കണം ആ വീടിൻ്റെ കുടുംബനാഥനും കുടുംബനാഥിയും. അവരാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ. അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ അമ്മായിയമ്മ ഒരു ഏജായിട്ടുണ്ടാകും. പിന്നെ ഈ മരുമകനും മരുമകളായിരിക്കും ആ വീടിൻ്റെ നാഥന്മാരായിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മായിയമ്മയ്ക്കായിട്ടൊരു ചങ്കൂറ്റം വരും. ഞാനാ ഈ വീട്ടിൽ വലിയ ആളെന്നുള്ളൊരു ഇത് വരും. അത് മരുമകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതായത് മകൻ്റെ ഭാര്യ ആയിരിക്കും മകനോട് അമ്മായിമ്മ പറയും കാര്യങ്ങൾ, അതും മരുമകൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ഒരുപാട് അകൽച്ചകൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അനുഭവത്തിലുള്ള കാരണം ഞാൻ ഈ പറയണതാണ്. റൂമുകൾ തമ്മിൽ മാറ്റിക്കഴിഞ്ഞാൽ ഇവർ അമ്മയും മോളായിട്ട് ജീവിക്കാനുള്ള ഒരു സന്ദർഭങ്ങൾ 100% ഉണ്ടാവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചില വീടുകളിലെ ഈ പ്രായം കുറഞ്ഞ കുട്ടികളെ കിടത്തേണ്ട റൂമുകൾ, അതൊക്കെ തെറ്റായ ദിശയിലുള്ള റൂമുകളിലായിരിക്കും ഈ കുട്ടികൾക്കുള്ള ബെഡ്റൂമായിട്ട് കൊടുക്കുന്നത്. അത് കഴിയുന്നതും അഗ്നിമൂലയിലെ, അതായത് തെക്ക് കിഴക്കേ ഭാഗത്ത് വരുന്ന ബെഡ്റൂം ഉണ്ടെങ്കിൽ കഴിയുന്നതും ആ ദിക്കിലുള്ള ബെഡ്റൂമിലെ ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ അവിടെ കിടത്തുന്നത് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ
അത് അവർ കുറേ കഴിയുമ്പോൾ ഇവർക്കൊരു നെഗറ്റീവ് എനർജി ആയിട്ട് ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കാരണം ഒരുപാട് വയലൻ്റായി വരേണ്ട ഒരു സമയങ്ങളൊക്കെ ഒരു സന്ദർഭങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ട്. പല വീടുകളിലും ഇത് കാണാറുണ്ട്. പരമാവധി ഞാൻ അറിഞ്ഞ അത്രത്തോളം ഞാനത് മാറ്റി അവരെ കുടുംബത്തിൽ പറഞ്ഞ് അവരെ മാറ്റി താമസിപ്പിച്ച് റൂം മാറ്റി കൊടുത്ത് ഒരുപാട് കുട്ടികൾ വളരെയേറെ നല്ല ഇതിലായിട്ട് വളർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. പിന്നെ കഴിയുന്നതും ബെഡ്റൂമുകളിലായാലും വീടുകളിലായാലും പരമാവധി ജനലുകൾ ഉണ്ടെങ്കിൽ പരമാവധി തുറന്നിടുക. കാലത്തൊരു സൂര്യോദയം മുതൽ ഒരു 8-9 മണി വരെയൊക്കെ തുറന്നിടണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. സൂര്യപ്രകാശം വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ആ വീട്ടിലെല്ലാവർക്കും അത് പോസിറ്റീവ് എനർജി കിട്ടാൻ 100-ലേറെ ഇതുണ്ട്. അത് കാരണം അത് വളരെയേറെ ശ്രദ്ധിക്കുക. അടുത്തായി പറയാനുള്ളത്, വീട് പണി കഴിഞ്ഞ് മറ്റുള്ള ദിക്കുകളിൽ, അതായത് 4 ദിക്കുകളിലെ കഴിയുന്നതും ഈശാന്യത്തിൽ, അതായത് വടക്ക് കിഴക്കേ ദിശയിലെ കഴിയുന്നതും ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് വെയിറ്റുള്ള സാധനങ്ങൾ, ഭാരപ്പെട്ട സാധനങ്ങളൊന്നും ഇടാതിരിക്കുക. അത് ഏറ്റവും ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ആ കുടുംബനാഥനെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പരമാവധി ശ്രദ്ധിക്കുക. പരമാവധി വടക്ക് കിഴക്കേ ഭാഗവും വടക്ക് പടിഞ്ഞാറേ ഭാഗവും വായുമൂലയും ഈശാന്യം നോർത്ത് ഈസ്റ്റ് ആ ദിശയും ഒരുപാട് ശ്രദ്ധിക്കേണ്ട 2 ദിശകളാണ്. അത് വളരെയേറെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നേറി പോകാൻ പറ്റും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്.